ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളെ പെരിക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നമ്മളെ കാക്ക എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ. ഹായ് പറഞ്ഞു. മേലെ കുറച്ച് പണി സാധനങ്ങൾ കുറേ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിയിലേക്ക് കൊടുന്നിടുകയാണ്. ഞാൻ ചെയ്യൂല, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ പണി വീട്ടിൻ്റെ ഉള്ളത്തെ പണിയാണ്. ഇതൊക്കെ ഓരോ പണികൾ ചെയ്യട്ടല്ലേ. അപ്പോൾ ഡ്രമ്മൊക്കെ മേലെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ താഴത്ത് ഇറക്കി വെക്കുകയാണ്. പിന്നെ അവിടെ ഒരു നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് കൊടുന്നൊരു എന്താ അതിൻ്റെ പേര്, ചിക്കു സപ്പോർട്ടല്ലേ, അതിൻ്റെ ഒരു തൈ കൊടുന്ന് വെച്ചിരിക്കണം. അപ്പോൾ അത് അവിടെ ഉണ്ട്. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ അപ്പോൾ ഒരു ഡ്രം ഇത് ഇവിടെ പണിക്ക് വെള്ളമൊക്കെ ആക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേലെ ഇങ്ങനെ വെച്ചപ്പോൾ വെയിലും ഒക്കെ തട്ടി കിടണ്ടല്ലോ എഴുതിയിട്ട് അല്ല കയറാൻ വയ്യ. വയസ്സായില്ലേ, ഇനി സ്റ്റെപ്പൊന്നും കയറാൻ വെച്ച. നമ്മളിങ്ങനെ അതാ മേലക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അതാ ചിക്കുണ്ടായിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. എവിടെ ചിക്കുണ്ടായിരുന്നു? ആ അതൊരു ചിക്കുണ്ടായിരുന്നു. കുഞ്ഞീവിലെ പൂടുന്നുണ്ട്. പോവാനായോ പെരേക്ക്? നാളെ എടുക്ക പോരി പോവുക. നമ്മളെ താഴത്തെളാപ്പാൻ്റെ മരുവളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവളോട് വർത്താനം പറഞ്ഞ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്കും സബും ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ ലെങ്ത്ത് വീഡിയോ ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറക്കല്ലേ, എല്ലാവരും ലൈക്ക് സബ് ഒക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ പരിപാടി ഇതാ ഇന്ന് നമുക്ക് നല്ല അടിപൊളി സേമിയ ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ സേമിയ ഒക്കെ ഞാൻ വറുത്തതവിടെ വെച്ചിരിക്കണ്. ഇനി നമുക്ക് പിന്നെ പച്ചമുളകും അങ്ങനത്തെ ഉള്ളി സംഭവങ്ങളൊക്കെ ഒന്ന് വാട്ടി കടുക് പൊട്ടിക്കണം, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതാ ചട്ടിയൊക്കെ വെച്ചിട്ട് അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായിട്ട് വേണം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഉള്ളിയും ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തത് നല്ല ചെറുപറാന പൊട്ടി വന്നപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചപ്പും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ക്യാരറ്റും കുറച്ച് കിഴങ്ങും കേട്ടോ. കിഴങ്ങ് ഞാൻ ആദ്യമായിട്ട് ഇടുക കേട്ടോ. കിഴങ്ങ് ഞാൻ ഇടലില്ല, ഇന്ന് ചെറുതായിട്ട് ഇന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുന്നത് നല്ലതല്ലേ അല്ലേ. എങ്ങനെ ഏതൊക്കെ ചേർന്നാൽ എങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാനൊരു കിഴങ്ങിൻ്റെ പകുതി എടുത്ത് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ സേമിയ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒന്ന് കുറച്ച് തിരക്കാവുകൊണ്ട്. പിന്നെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ അത് തിളക്കും, അതിലേക്ക് ഇട്ട് കൊടുക്കും, വെള്ളം വറ്റിച്ചെടുക്കുക, എന്നിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കി വീഡിയോ ഇതാ നമ്മൾ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉള്ളി, തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചും വെച്ചിരിക്കണം. കുറച്ച് മല്ലിയിലയും ഇതാ ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മീനോ ഇറച്ചി ഒന്നും വേറെ ഒരു പരിപാടി ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ പണികളൊരുങ്ങാൻ വേണ്ടിയിട്ട് വേഗം വെജ് ബിരിയാണി ഉണ്ടാകുമ്പോൾ നമുക്ക് കറിയോ പൊരിയോ ഉപ്പേരി അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതൊരൊറ്റ പണിയോടുകൂടി നമ്മൾ പെട്ടെന്നുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കുറച്ച് നെയ്യും പിന്നെ എണ്ണയും ഒക്കെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയും ഇതൊക്കെ വാട്ടിയെടുക്കണം. അപ്പോൾ കുക്കറിൽ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതിൽ 1 കിലോ അരി ഞാൻ വെക്കലുണ്ട് കേട്ടോ ഈ കുക്കറിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ഇപ്പം ഇങ്ങനെ റൈസും കൂടി വെക്കാനാട്ടോ. അപ്പം വെജ് ബിരിയാണി ഞാൻ ഇതുവരെ നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടില്ല കേട്ടോ, അല്ലാതെ വെച്ചുകൊണ്ട് ഞാൻ, പക്ഷേ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടില്ല.
അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മസാലകളൊക്കെ എല്ലാതും കഷ്ണം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുത്തിക്കണം കേട്ടോ. ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ചതച്ച പച്ചമുളകും ഒക്കെ നല്ലോണം വാട്ടിയ ശേഷം കുറച്ച് ഇതാ കുരുമുളകും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കൈക്കുള്ള മസാലപ്പൊടികൾ പറഞ്ഞാൽ മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ നല്ല എന്തായാലും വേണം കേട്ടോ വെജ് ബിരിയാണിക്ക്. അതിൻ്റെ മണം വേറൊരു ഇത് തന്നെയാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവില്ല കേട്ടോ. നമ്മളെ ബിരിയാണീൻ്റെ ഒരു മണം കിട്ടൂല കേട്ടോ. ഗരം മസാല എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കനോ അതൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണി ഇല്ല. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ചിക്കൻ വരട്ടേൻ്റെ ഒക്കെ ഒരു മണം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ വരുന്നുണ്ട് നമ്മൾ വാട്ടിയ മസാലകൾ. അപ്പോൾ ഞാനിങ്ങനെ ഊഹിച്ചിട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രേവി പോലെ ഇങ്ങനെ കറിയൊക്കെ മസാലക്കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റേക്കാരം നിൽക്കട്ടോ. ഇനി ഒരു ദിവസം നമുക്കിങ്ങനെ ഒരു മസാലക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പട്ടാണി ഇതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും വാട്ടിയൊക്കെ സെറ്റാക്കി കുറച്ച് തൈര് കേട്ടോ. കുറച്ച് പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ കുറച്ച് തൈര് ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് ഇതാട്ടോ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് നല്ല വെന്തിട്ടില്ല കേട്ടോ. പക്ഷേ കുറച്ചൊരു നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവി കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഒരു മസാലക്കറി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആവും. നല്ല മണം ചിക്കൻ്റെ വറ്റണ ആ മണം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ മസാല പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിക്കണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതിലൊരു ഒരു ചെറിയ ടിപ്പ്, നമുക്കൊരു ടേസ്റ്റ് ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരമൊന്നും അറിയില്ല കേട്ടോ. ഒരു നുള്ളല്ലേ ഇട്ട് കൊടുക്കണുള്ളൂ, ഓവറായിട്ടൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് സംഭവം അത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ഇതാ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട പാകത്തെ വെള്ളം കേട്ടോ. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സോയാബിയൊക്കെ കേട്ടോ മേലെ പാറി ഇങ്ങനെ കിടക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അതിൽ ഇട്ട് കൊടുത്താൽ അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മളെ ചോറും കറീൻ്റെയും എല്ലാം പരിപാടിയും ഒന്നിച്ചിട്ട് അങ്ങോട്ടായിട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ ഇന്നിവിടെ. പിന്നെ കുറച്ച് പണി ലാഭം കിട്ടും. എന്താ വെച്ചാൽ നമ്മൾ വേറെ സാധാ ചോർക്ക് നമ്മൾക്കൊരു കറി ഉണ്ടാക്കണം, ഒരു ഉപ്പേരി വേണം, ഒരു പൊരി വേണം, ഒക്കെ വേണ്ടേ. ഇങ്ങനെ ആകുമ്പോൾ ഒറ്റ പണി ചോറും കറിയും ഒക്കെപ്പാടെ ഒന്നിച്ചിട്ടിട്ട് വെക്കണേ നല്ല സുഖം അല്ലേ, നമുക്ക് പണി ലാഭം കിട്ടും. അപ്പം ഞാനിന്ന് കുറേ ദിവസമായിട്ട് വെജ് ബിരിയാണി വെച്ചിട്ട് അപ്പോൾ അത് ഇന്ന് ഒരു പൂതി അപ്പം അങ്ങോട്ട് വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതാ ഉപ്പ് എത്ര ഇട്ടിട്ടോ ഉപ്പ് ഇങ്ങനെ പോരാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇട്ടിട്ട് ലാസ്റ്റ് ഏറുമൊന്നും അറിയില്ല, ഇതെങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇട്ടെടുത്ത്. പക്ഷേ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കറക്റ്റായിക്കിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഉപ്പും പുളിയും വേണം കേട്ടോ എല്ലാത്തിലും. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അമ്മ വന്നാൽ എൻ്റെ ഉപ്പ് കഴിച്ചാൽ ഞങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. ഉപ്പ് കുറച്ചിട്ടാൽ മതി പിന്നെയും കുറച്ച് കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി ഇതാ സെറ്റായിട്ട് മക്കളെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതാ വേറെ പാത്രത്തേക്ക് നമ്മൾ ചെറിയ കുഞ്ഞ് ഉരുളിച്ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വെന്തിട്ടോ ഒന്നുമില്ല കേട്ടോ, കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല. നല്ലോണം റൈസൊക്കെ വിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ ബിരിയാണിൻ്റെ അതേ ആ ടേസ്റ്റും മണവും നല്ല നമ്മൾ കോഴി ബിരിയാണിയൊക്കെ വെക്കണതിൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആയേക്കനെ കുറച്ചെടുത്ത് കഴിച്ചിക്കണം കേട്ടോ. വേറെ പാത്രത്തിൽ തുള്ളി എടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കിക്കണം. എന്നിട്ടാണ് നമ്മൾ നെയ്യിൽ വറുത്തുള്ളിയും മല്ലിയും പുതിനയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടി. അപ്പോൾ ഇനി ഇത് കുറച്ച് നെയ്യും മേലെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യിൽ ഉള്ളിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ നെയ്യ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ചട്ടി തന്നെ വെച്ചേക്കണ്. അതതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ദമ്മ് പോലെ അവിടെ കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് അപ്പോൾ ആരും എത്തിയിട്ടില്ല കേട്ടോ. ഒക്കെ ഉച്ചയ്ക്ക് എത്തുമ്പോഴത്തേനും നമ്മളെ വെജ് ബിരിയാണി അങ്ങോട്ട് റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്കത് അടച്ച് വെക്കാം കേട്ടോ. ഇനി കഴിക്കാൻ പോകുമ്പോഴേ തുറക്കുള്ളൂ. ഇനി നമ്മളെ പരിപാടികൾ പറഞ്ഞാൽ തുളി നനയൊക്കെ കഴിഞ്ഞ് വന്ന് മക്കളെ ഇനി ഒന്നും നോക്കാനില്ല. ഇനി നമ്മൾ അറ്റാക്ക് ചെയ്യുക, ബിരിയാണി എടുക്കുക, കഴിക്കുക. അപ്പം നല്ല നാരങ്ങച്ചാറും തൈരും വെജ് ബിരിയാണി ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. ഇങ്ങനെയും ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, നമ്മളുള്ള സാധനം വെച്ചിട്ട് ഒരു ബിരിയാണി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.